എന്റെ കുഞ്ഞ്. മാറ്, ഒന്ന് മാറിക്കേ. മാറ്. എവിടെയാ? എവിടെ? മുട്ട് ശരിയാക്കി പൊക്കുവാ. മുട്ടൊടിഞ്ഞ CP സാറിന്റെ അല്ലയോടാ? അതെ, ഒന്ന് നിർത്തിക്കേ. ഇതൊരു കോളേജിന്റെ പരസ്യമല്ലേ? പ്രിൻസിപ്പാൾ കാറിൽ വന്നിറങ്ങുന്നതും കാല് വീശുന്നതും ഒക്കെ ഒരുമാതിരി സിനിമ പോലെ. ബെസ്റ്റ്. CP സാറ് നരസിംഹത്തിന്റെ CD ഒന്നും അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് എടുപ്പിച്ച ഷോട്ടാ. ഇതെങ്ങാനും ഇല്ല എന്റെ തലവും. ബിമലേ, ഓഡിയൻസ് പല അഭിപ്രായങ്ങളും പറയും. പക്ഷേ ഇവിടെ തീരുമാനം എടുക്കാനുള്ള ആളുണ്ട്. അത് നിനക്കറിയാമല്ലോ. വണ്ടി വിട. MA MPhil ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ 6 മാസത്തിനുള്ളിൽ. ഉന്നത വിജയത്തിന് CP കോളേജ്. പ്രിൻസിപ്പൽ ചെത്തിമറ്റത്ത് ഫിലിപ്പ്. ഫോൺ 9447138083 9447776874. വൈസ് പ്രിൻസിപ്പൽ നാരായണ പിഷാരടി MA സ്പീക്കിംഗ്. ഒരു നിമിഷം. കോളേജിനകത്ത് മൊബൈലുമായിട്ട് വരുന്നത് നിന്നോട് പറഞ്ഞിട്ടില്ല? ഉണ്ടല്ലോ. അപ്പൊ മോൻ പോയി ക്ലാസ്സിൽ എന്നിട്ട് നിന്റെ അപ്പനോട് വരാൻ പറ. മൊബൈൽ ഞാൻ അങ്ങനെ കൊടുത്തോ. എന്താണ് നോക്കുന്നത്? ഓടാ ക്ലാസ്സിൽ പോലെ. പറഞ്ഞോട്ടെ, എന്താ കാര്യം? പ്രിൻസിപ്പൽ ജനീവയിൽ പോയിരിക്കാണല്ലോ. അവിടെ 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 യുനെസ്കോയുടെ വിദ്യാഭ്യാസ സമ്മേളനം. അതിന്റെ ഉദ്ഘാടന പ്രസംഗം CP സാറാ. അവിടുന്ന് നേരെ റോമിൽ വന്ന് പോപ്പിന്റെ കൈമുത്തിയിട്ട് നാളെ ഈവനിങ് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിലെത്തും. മറ്റന്നാള് പ്രിൻസിപ്പൽ ഫിലാഡൽഫിയക്ക് പോകും. അവിടുന്ന് രാമേശ്വരം, പിരപ്പങ്കോട്, തൃശ്ശൂർ വഴി നീലേശ്വരം പോകും. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഇതാണ് നമ്മുടെ CP കോളേജ്. CP മോൻ പ്രിൻസിപ്പാളും ഷാരടി മാഷു വൈസ് പ്രിൻസിപ്പാളുമായുള്ള ISO സർട്ടിഫൈഡ് സരസ്വതി ക്ഷേത്രം. ഈ ഗുരുശാപം എന്ന് പറഞ്ഞാലേ ചില്ലറ സാധനമൊന്നുമല്ല. ഞാൻ മനസ്സറിഞ്ഞൊന്ന് ശപിച്ച കൽക്കുരിശായിട്ട് പാറപ്പുറത്തേക്ക് ഈ സ്വർണ്ണപ്പല്ലൻ. നിങ്ങൾക്കറിയോ? ഇതാണ് ശരിയായ പ്രാണവേദന. മതിയായ കാരണമുണ്ട്. ദേവിവിലാസം സ്കൂളിൽ നിന്നും പെൻഷൻ പറ്റി കിട്ടിയ കാശുകൊണ്ട് ഷാരടി മാഷ് 1982 ഒരു ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി. 10ാം ക്ലാസ് തോറ്റവർക്ക് വേണ്ടി മാത്രമായി ഒരു ആത്മവിദ്യാലയം, നളന്ദ കോളേജ്. മോനെ, നിനക്ക് വേണ്ടി ആ മാഷ് ഈ കോളേജ് തുടങ്ങിയത് തന്നെ. നിന്നെ 10ാം ക്ലാസ് ജയിപ്പിക്കാതെ മാഷക്കിന് ജലപാനയില്ല.
വെള്ളം തൊടാതെ ഞാൻ അടിക്കുന്നത്. വയ്ക്കും. നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്നതിനും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ഡാഷ് പ്രയോഗിക്കണം. എന്താണത്? CP മോൻ ആലോചിച്ചൊന്ന് എഴുതിക്കേ. ഡാഷ് പ്രയോഗിക്കണം. എന്താണത്? ഡാഷ് പ്രയോഗിക്കണം. എന്താണത്? ഡാഷ് പ്രയോഗിക്കണം. എന്താണത്? ഷാരടി മാഷ് CP മോനെ രാപകലില്ലാതെ പഠിപ്പിച്ചു. CP എല്ലാ കൊല്ലവും മുടങ്ങാതെ പരീക്ഷയും എഴുതി. മാർച്ച് സെപ്റ്റംബർ ഒന്നും സംഭവിച്ചില്ല. CP മോൻ 10ാം ക്ലാസ്സിൽ തന്നെ പാറ പോലെ ഉറച്ചു നിന്നു. ആൽമരം ശ്രീബുദ്ധന് പണികൊടുത്ത പോലെ CPക്കും പണി കൊടുത്തു. വലിയ ആ ലോകസത്യം നനച്ചിരിക്കാതെ CPക്ക് മുന്നിൽ വെളിവായി. മാഷേ, ഈ ലോകത്ത് ജയിച്ചവരെക്കാൾ കൂടുതൽ തോറ്റവരാ അല്ലയോ? ദുഃഖവെള്ളിയുടെ തലേന്ന് ഷാരടി മാഷിനെ കാറിൽ കയറ്റി CP മോൻ ശക്തി ബാറിലേക്ക് അതിവേഗം ഓടിച്ചു. തിരിച്ചു വരുമ്പോൾ CP മോന്റെ മുഖത്ത് ജയിച്ചവന്റെ ചിരിയും ഷാരടി മാഷിന്റെ മുഖത്ത് പരാജയപ്പെട്ടവന്റെ ചിരിയും ഒരു കൊടിമരത്തിൽ 2 പതാകകൾ എന്ന പോലെ തെളിഞ്ഞു കണ്ടു. ഇന്നു മുതൽ ഞാൻ പ്രിൻസിപ്പാൾ, മാഷ് വൈസ് പ്രിൻസിപ്പാൾ. നമ്മളൊരു കലക്കും മാഷേ. മാഷേ, എന്താ മാഷേ, CP സാർ അവിടെ? ഇത്തവണത്തെ SSLC പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്തൊട്ടാകെ 4,79,000 കുട്ടികളാണ് ഇത്തവണ പരീക്ഷ. മറിഞ്ഞതല്ല, കറിയാച്ചന്റെ മോന് ഉത്തുപ്പാനും ചേർന്ന് മറിച്ചിട്ടതാ. ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ഡാഷ് പ്രയോഗിക്കണം. ഇതെല്ലാം അയ്യോ, CP സാറിന്റെ കാല അറക്കവാള് വെച്ച് മുറിച്ചു കളയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അതുകൊണ്ടല്ലടാ കൊച്ചിന് പള്ളി കോളേജിന്റെ പരസ്യ ബോർഡ് മറച്ചു വെച്ച് 10-25 അടി ഹൈറ്റിൽ സ്വർണ്ണപ്പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കുകയല്ലേ ചെത്തിമറ്റത്തെ ഫിലിപ്പ് സാറ്. ഞങ്ങൾ ഇടവകക്കാരി പുണ്ണക്കന്മാരാണെന്ന് കരുതിയതാ. തന്റെയും തന്റെ തട്ടിപ്പ് കോളേജിന്റെ തെമ്മാടിത്തരങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഇടവക കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനമോ? ആണോ? ഇത് ഞാൻ അറിയണ്ടേ? ഞാൻ വിചാരിച്ചു ഇതെങ്ങാണ്ട് നിന്റെ തമാശ കളിയാന്ന. അപ്പൊ ഇതെല്ലാരും കൂടി ചേർന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇവരെ പരിചയപ്പെടുത്താൻ മറന്നു. CP കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കക്ഷികൾ. ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ പ്രീ ഡിഗ്രി പരീക്ഷ 55% ജയിച്ച 2001 ബാച്ചിലെ മിടുമിടുക്കന്മാർ. ഇമാതിരി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടം വല നോക്കാതെ ഇടപെടുന്നതുകൊണ്ട് 4 പേരും മിക്കപ്പോഴും അകത്തായിരിക്കും. ഇത് വടിവാള് വാസു, ഇത് കാര്യറഹീം, ഇത് ജിഞ്ചർ സുനി,
ആൻഡ് അമിട്ട് ചന്ദ്രൻ. അകത്തായാലും പുറത്തായാലും CP സാറോ ഷാരടി മാഷോ ഫോൺ ഒന്ന് കറക്കിയാൽ മതി, 4 പേരും ജീവൻ കളഞ്ഞ് പാഞ്ഞെത്തും. അതാണ് ഗുരുശിഷ്യ ബന്ധം. അതിനാൽ എന്റെ ഉള്ളിലെ ചൈതന്യം മാറിക്കൊണ്ടിരുന്നു. പഴയ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. പെണ്ണേ, എടി പെണ്ണേ, പൈക്കിള് കിടന്ന് കരയുന്ന കേട്ടില്ലേ? ഇതുങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും കൊടുത്തില്ലയോ? എടാ മത്തായിയേ, ആരാന്ന് ചോദിച്ചു കേട്ടില്ലേ? എന്റെ പൊന്നമ്മച്ചിമാര് കറിയായോട് പൊറുക്കണം കേട്ടോ. ആ തങ്കം പോലത്തെ മനസ്സുകൊണ്ട് കറിയായ ശപിക്കരുത്. എന്റെ അരീത്ര വല്യച്ച, കർത്താവിന് നിരക്കാത്ത പണിയല്ലേ കണ്ണം തിരിഞ്ഞ് ചെറുക്കം കാണിച്ചേ. കരക്കാര് പറയുന്ന കേട്ടപ്പോ ചങ്ക് പറഞ്ഞു പോയില്ലയോ? ചെത്തിമറ്റത്തെ കുഞ്ഞിന് നേരെ തന്തയ്ക്ക് പറക്കാത്തവന് കൈ പൊക്കിയെന്ന് കേട്ടപ്പോ നിന്ന നിപ്പിൽ അങ്ങ് താന്നു പോയാ മതി എന്നാ തോന്നിയേ. അമ്മച്ചിമാര് ഈ കൈവച്ച് എന്റെ ചെകിട്ടത്തിരണ്ടെണ്ണം പൊട്ടിച്ചേ, അല്ലെങ്കിൽ വാതുറന്ന് 4 ചീത്ത വിളിച്ചേ. എന്നാലേ കറിയക്ക് സമാധാനമാവത്തുള്ളന്നേ. അതൊക്കെ കഴിഞ്ഞില്ലയോ കറിയാച്ച? ഇനിയിപ്പോ എന്നതാ? എന്നാ കഴിഞ്ഞെന്ന് അമ്മച്ചിക്കത് പറയാം. കറിയക്കത് ചത്താലും മറക്കാൻ പറ്റുകയില്ല. ഈ നിൽക്കുന്നതേ ഇവിടുത്തെ ചോറ. ചെത്തിമറ്റത്ത് അമ്മച്ചിമാരില്ലെങ്കിൽ പിന്നെ സെന്റ് ജോർജ് കറിയാച്ചനുണ്ടോ? ഉണ്ടോ? അതൊന്നും തിന്ന എല്ലിന്റെ ഇടയിൽ കറി പൊന്നുമക്കൾക്ക് മനസ്സിലാക്കുകയില്ല. ഓ, ഈ ശവന്തീനിക്കാല് ജീവനും കൊണ്ടേ പോവത്തുള്ളല്ലോ തമ്പുരാനെ. കറിയായുടെ കാശ് മുഴുവൻ തിന്നു തീർക്കുന്ന ഈ പണ്ടാര കാലാന്നേ ഇവിടത്തെയൊക്കെ മരുന്ന് കയറ്റി എന്നിട്ട് പല ബലമുണ്ടോ? ചിലപ്പോ തോന്നി ഈ കുരിശെടുത്ത് അങ്ങ് അർത്ഥം മുറിച്ച് കളഞ്ഞാലോ എന്ന്. അത്രയ്ക്ക് നീറ്റലാന്നേ. പക്ഷേ അതങ്ങനെ പറ്റുകയില്ലല്ലോ. ഈ ശവന്തീനിക്കാല ഒരു ഓർമ്മയല്ലയോ, പഴയ ഒരു ഓർമ്മ അല്ലയോ അമ്മച്ചി? എനിക്കറിയാച്ച വന്ന കാര്യം പറയാം. ആകപ്പാടുള്ള മനപ്രയാസത്തിന്റെ ഇടയിൽ എല്ലാം അങ്ങ് മറന്നുപോയില്ലയോ? ഇരുന്നാട്ടെ. കറിയാച്ചനൊരു ചുണ്ടൻ മേടിച്ചായിരുന്നേ, പുത്തൻ ചുണ്ടനാ. നമ്മുടെ പിള്ളേരുടെ ഒരു നിർബന്ധം. അല്ലേലും നമ്മൾ കുട്ടനാട്ടുകാർക്ക് വള്ളവും വള്ളം കളിയും ഒക്കെ അല്ലേ ഒരു ആവേശം. ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. നിന്ന നിപ്പി 12 ലക്ഷം രൂപ അങ്ങ് മാറിക്കിട്ടി. അതുകൊണ്ട് എന്നാ പറ്റി? മംഗലാപുരം പോയി സ്വർണം എടുക്കാൻ കാശില്ലെന്നേ. ഒരു 4-5 ലക്ഷം രൂപ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 10 ലക്ഷം കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ. അമ്മച്ചിമാര് കറിയാച്ചനെ ഒന്ന് സഹായിക്കണം. അല്ല കറിയാച്ച, ഇത്രയും കാശിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ? എന്റെ പൊന്നമ്മച്ചി ഇപ്പൊ വേണ്ട, രാവിലെ മതിയെന്നേ. ഈ അമ്മച്ചിമാരുടെ ഒരു കാര്യം. അത് കറിയാച്ച, കാലത്ത് 10 മണിക്ക് ഞാൻ ബാങ്കിലോട്ട് വന്നോളാം. 500ന്റെ കെട്ടായി നോട്ടെടുത്ത് വെച്ചോണ്ടാ മതി. 100ന്റെ കെട്ടാണ് ചുമക്കാൻ പാടാതെ. അതല്ല കറിയാച്ച, ഇത്രയും കാശ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. കറിയാച്ചൻ തൽക്കാലം എവിടുന്നെങ്കിലും ഒന്ന്. കറിയാച്ചനൊരു ആവശ്യം വരുമ്പം സഹായിക്കേണ്ടത് ചെത്തിമറ്റത്തെ അമ്മച്ചിമാരാ, അല്ലയോ? അല്ലെന്നാണേ പറഞ്ഞാ മതി. കറിയ വേറെ വഴി നോക്കിക്കോളാം. കറിയ പോ, പൈസ രാവിലെ തന്റെ കടയിൽ എത്തിച്ചോളാം. ഓ മതി, അത് മതി. ഞാനെന്നാ